ജന്മദിനം കടന്നു വരുമ്പോ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. അത് ഓരോ മനുഷ്യനും അവന്റെ മനസ്സിനനുസരിച്ചു കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തും. അത് ഓരോ മനുഷ്യനും ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ, ആ റബീഉൽ അവ്വൽ 12 കടന്നു വരുമ്പോ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരോട്, ആഘോഷം നടത്തുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നതിനകത്ത് അർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരുണ്ടല്ലോ, അതിനെ വല്ലാതെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, കളിയാക്കുന്നവരുണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ ആ ചതിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഒരിക്കലും ആ ചതിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ വിമർശിക്കുന്നവരാകരുത്. മോനെ, മൗലിദ് ഓതണമെങ്കിൽ നീ ഓതടാ, നീ അത് ഓതരുതെന്ന് പറയരുത്. നീ കളിയാക്കരുത്. നബിദിനം ആഘോഷിക്കുന്നവരെ നീ മോശക്കാരാക്കരുത്. അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടമെന്താ? അതിലൂടെ നിനക്ക് വരുന്ന നഷ്ടമെന്താ? പേടിക്കണം ചെറുപ്പക്കാരാ. പൊന്നുമോനെ, യൂട്യൂബിൽ നിന്ന് നീ ഇസ്ലാം പഠിക്കുമ്പോ, യൂട്യൂബിനകത്ത് നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുമ്പോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും ചെറുപ്പക്കാരാ. മോനെ, നീ ഭയപ്പെടണമടാ പൊന്നുമോര്. വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും നാണം കെടുത്തുന്നവരും അവര് വല്ലാതെ ഭയപ്പെടണം. അതിനുള്ള ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, അതാ തബ്ബല്ലക, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചവനാണ് അബൂലഹബ്. ആ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിനെ എവിടെ നിന്ന് ചീത്ത വിളിച്ചല്ലോ, പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച അബൂലഹബിന്റെ ചരിത്രം നിനക്കറിയുമോ? പഠിക്കണം ചെറുപ്പക്കാരാ. അബൂലഹബിന്റെ പിൽക്കാലത്തുള്ള ചരിത്രം വായിച്ചു നോക്കൂ.